ഹലോ ഡിയേഴ്സ്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട A+ നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. When a larger number is divided by a smaller number, the quotient and remainder are both 2. ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരണഫലവും അതുപോലെ അതിൻ്റെ ശിഷ്ടവും 2 ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെയുള്ള ലാർജർ നമ്പർ നമ്മൾ എക്സ് ആണെന്ന് എടുക്കുന്നു, സ്മോളർ നമ്പർ y ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ 10 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 10 4 പ്രാവശ്യം പോവും, 2 പ്രാവശ്യം. 2 × 4 ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് ഇവിടെ താഴെ എഴുതുക. നിങ്ങൾക്കറിയാം, 10 8 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ് അല്ലേ? ശരിയല്ലേ? ഇതേപോലെ എക്സിനെ നിങ്ങൾ y കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2നെ y കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2y. എക്സിൽ നിന്ന് 2y കുറച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആദ്യത്തെ ഇക്വേഷൻ, എക്സിൽ നിന്ന് 2y കുറച്ചാൽ 2 കിട്ടും. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ നോക്കിക്കോ, when 5 times the smaller number is divided by the larger, 5 times the smaller number is divided by the larger, നമുക്ക് കിട്ടുന്നത് ഓക്കെ, അപ്പോഴും കോഷ്യന്റ് 2 ആണ്. 2നെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ 2x. 5y ന്ന് 2x കുറച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? റിമൈൻഡർ 2 ആണ്. അപ്പൊ അത് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 5y മൈനസ് 2x is equal to 2. നമ്മൾ എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോൾ എക്സിനെയാണ് ആദ്യം എഴുതുക. സോ -2x ആദ്യം എഴുതി. -2x പ്ലസ് 5y is equal to 2. 5y മൈനസ് 2x എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതി? -2x പ്ലസ് 5y. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചേ, ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. എക്സ് മൈനസ് 2y is equal to 2 എന്നുള്ളതാണ് ഫസ്റ്റ് ഇക്വേഷൻ. -2x പ്ലസ് 5y is equal to 2 എന്നുള്ളതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ശരിയല്ലേ? ഈ രണ്ട് ഇക്വേഷനിലും എക്സിനെ നമുക്ക് സെയിം ആക്കി നോക്കാം. എക്സിനെയാണ് ഞാൻ സെയിം ആക്കുന്നത്. എക്സിനെ സെയിം ആക്കാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ 1x ആണുള്ളത്, അതിനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 2x മൈനസ് 2y-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4y is equal to 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4. ഓക്കെ, ഇനി എക്സിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ മുന്നിലുള്ള ചിഹ്നം നോക്ക്. എക്സിന്റെ മുന്നിലുള്ള ചിഹ്നം ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ചിഹ്നമാണെങ്കിൽ കൂട്ടണം. സോ ഇവിടെ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുത്തു. രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും ഞാൻ കൂട്ടുന്നു. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂട്ടുമ്പോൾ -2x-ഉം 2x-ഉം കൂടെ കൂട്ടുമ്പോൾ 0 ആയിപ്പോ. ശരിയല്ലേ? -2x-ഉം 2x-ഉം കൂടെ കൂട്ടുമ്പോൾ അതെന്താകും? അത് 0 ആകും എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല. -2x-ഉം 2x-ഉം കൂടെ കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ള സാധനം നമ്മൾ നോക്കാം. 5y, ശ്രദ്ധിക്കണേ, 5y പ്ലസ് -4y. ഏതാ കൂട്ടുന്നത്? -4y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 4. രണ്ട് സൈഡിലുള്ളതും കൂട്ടാം. അങ്ങനെ കൂട്ടുമ്പോൾ 5y പ്ലസും മൈനസും കൂടെ മൈനസ് ആകും. 5y മൈനസ് 4y is equal to 6. അതായത് 5y ന്ന് 4y പോയാൽ 1y 6 ആണ് എന്ന് മക്കൾക്ക് കിട്ടും. 1y 6. അങ്ങനെ 1y 6 ആണെങ്കിൽ ഇനി നമുക്ക് x കണ്ടുപിടിച്ചൂടെ? x മൈനസ് 2y is equal to 2 അല്ലേ? x നമുക്കറിയാമോ? ഇല്ല. -2 × y എന്ന് പറയുന്നത് എത്രയാ? 6 is equal to 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് x കണ്ടുപിടിച്ചൂടെ? x മൈനസ് 12 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ x is equal to 2 + 12, അതായത് x is equal to 14. x എന്ന് പറയുന്നത് 14 ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. x is equal to 14 എന്നതാണ്
നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു നോക്കാം. In the picture below, two corners of a parallelogram are joined to the midpoints of two sides. രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളും കോർണേഴ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിന് ഞാൻ പേര് കൊടുക്കുകയാണ്. പാരലലോഗ്രാം ആണ് ABCD. ഓക്കെ, അതിൽ തന്നെ P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും എന്താണ്? P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും മിഡ് പോയിന്റ്സ് ആണ്, മധ്യബിന്ദുക്കൾ. ഇനി ഈ കാണുന്ന ഡയഗണലിനെ ഈ രണ്ട് ലൈനുകൾ എന്താക്കുന്നുണ്ട്? 3 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു. ഈ കാണുന്ന പോയിന്റിന് R എന്നും ഈ കാണുന്ന പോയിന്റിന് S എന്നും പേര് കൊടുത്തു. ഒരു ഡൗട്ടും ആർക്കും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ട് എനിക്കിത് തെളിയിക്കേണ്ടത് AR is equal to RS is equal to SC എന്ന് ഞാൻ തെളിയിക്കണം. എൻ്റെ മോനെ, ഇത് ടാസ്ക് ആണല്ലോ എന്നൊന്നും തോന്നണ്ട, അത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇതും നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇവിടെ എൻ്റെ മക്കളെ ആകെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും എന്താണ്? P എന്നും പറയുന്നതും Q എന്ന് പറയുന്നതും മധ്യബിന്ദുക്കളാണ്. P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും മധ്യബിന്ദുക്കളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം ഒരു പാരലലോഗ്രാം ആണെന്ന് നമ്മളങ്ങ് പറയും. എന്തിനാ അറിയോ ഇത് പാരലലോഗ്രാം ആണെന്ന് പറയുന്നത്? നമുക്ക് ആ കാണുന്ന DP എന്ന് പറയുന്നതും QB എന്ന് പറയുന്നതും പാരലൽ ആണെന്ന് തെളിയിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോ. AB എന്ന് പറയുന്നത് പാരലൽ ടു CD ആണ് അല്ലേ? AB എന്ന് പറയുന്നത് പാരലൽ ടു CD ആണ്. അതിൽ തന്നെ ABന്റെ കഷ്ണമാണ് PB. അതുകൊണ്ട് PB is parallel to DQ. PB എന്ന് പറയുന്നത് DQന് ഈക്വൽ ആണ്. അതേസമയം PB എന്ന് പറയുന്നത് ABന്റെ പകുതിയാണ്. AB CDക്ക് ഈക്വൽ ആയതുകൊണ്ട് അത് CDന്റെ പകുതിയാണെന്ന് നമുക്ക് പറയാം. CDന്റെ പകുതി നമുക്ക് CDന്റെ പകുതിയാണ് മക്കളെ DQ അല്ലേ? CDന്റെ പകുതിയാണ് DQ. നോക്കടാ, ABന്റെ മധ്യബിന്ദുവാണ് P, അതുകൊണ്ട് PBന്റെ നീളം ABന്റെ പകുതി. ABന്റെ പകുതിയാണ് PB ആണല്ലോ. ഈ AB എന്ന് പറയുന്നത് CDക്ക് ഈക്വലാ, കാരണം അത് പാരലലോഗ്രാമാ. ഇനി CDന്റെ പകുതിയാണ് DQ ആണല്ലോ. അതുകൊണ്ട് ഇതാ ഇവിടെ നോക്ക്, PBയും DQയും പാരലലുമാണ്, ഈക്വലുമാണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ therefore PBQD is a parallelogram. അതെന്താണ്? അത് പാരലലോഗ്രാം ആണ്. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore PD is parallel to BQ. PQD ഒരു സമാന്തരികമാണ്. ഓക്കെ, PBQD എന്ന് പറയുന്നത് എന്താണ്? ഒരു സമാന്തരികമാണ്. ആദ്യം നമ്മൾ ഈ കാണുന്നത് തെളിയിക്കണം. PDയും BQവും പാരലൽ ആണ് നമ്മൾ ആദ്യം കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ARഉം RSഉം SCയും എന്താണെന്ന് തെളിയിക്കണം. അത് മൂന്നും പാരലൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി നോക്കിക്കേ എല്ലാവരും. അടുത്തതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന പരിപാടി ഇസ് നോക്കിക്കോ. ഈ കാണുന്ന ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കാണുന്ന ട്രയാങ്കിൾ ഇവിടെ നമ്മളിപ്പോൾ തെളിയിച്ച് വെച്ചിട്ടുള്ളത് PD ഈസ് പാരലൽ ടു BQ. PD പാരലൽ ടു BQ ആണെങ്കിൽ PR എന്ന് പറയുന്നത് പാരലൽ ടു BS എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. നോക്കിയോക്കടാ, PDന്റെ കഷ്ണാണ് PR, BQന്റെ കഷ്ണാണ് BS. അത് രണ്ടും പാരലൽ അല്ലേ? പാരലൽ ആണ്.
അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ട്രയാങ്കിളിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ AP/PB is equal to AR/RS. AP/PB is equal to AR/RS. AP/PB എന്ന് പറയുന്നത് AR/RS തുല്യമാണ്. AP is equal to PB ആണല്ലോ, കാരണം P മധ്യബിന്ദു. P എന്താണ്? മധ്യബിന്ദു. P മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് ഓഫ് AB. ഓക്കെ, P എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ്. അങ്ങനെ മധ്യബിന്ദു ആണെങ്കിൽ എന്റെ മക്കളെ APയും PBയും തുല്യമാണ്. ആലോചിച്ച് നോക്ക്, ഇത് തുല്യമാണെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇത് രണ്ടും നമുക്ക് APയും PBയും ഈക്വൽ ആണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ ഇതും 1 അല്ലേ? 1 കിട്ടണമെങ്കിൽ therefore AR is equal to RS. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ. AR എന്ന് പറയുന്നത് RSന് തുല്യമാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഈ കാണുന്ന ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം, നമുക്കറിയാം PB എന്ന് പറയുന്നത് PD എന്ന് പറയുന്നത് BQന് പാരലൽ ആണ് നമുക്കറിയാം അല്ലേ? PD പാരലൽ ടു BQ ആണെങ്കിൽ ആ PDന്റെ കഷ്ണമാണ് RD. അതെന്തിന്? SQന് പാരലാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് SC/RS is equal to CQ/DQ. ശരിയല്ലേ? ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇത് കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണല്ലോ. അപ്പോ SC/RS എന്ന് പറയുന്നത് ഇവിടെ CQ എന്ന് പറയുന്നതും DQ എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ? കാരണം Q മധ്യബിന്ദു ആണെങ്കിൽ therefore SC is equal to RS. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. നോക്ക് മക്കളെ, നമുക്ക് നേരത്തെ കിട്ടിയ എന്താണ്? AR എന്ന് പറയുന്നത് RSന് തുല്യമാണ്, RS എന്ന് പറയുന്നത് SCക്ക് തുല്യമാണ്. അപ്പൊ ഇത് 3 ഈക്വൽ അല്ലേ? therefore നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് AR is equal to RS is equal to SC എന്ന് നമുക്ക് തെളിയിക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, സെയിം മോഡലിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ഈ കാണുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് draw a right angle triangle, draw a perpendicular from the midpoint of the hypotenuse. കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് നമ്മൾ താഴെ ബേസിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ലംബം വരച്ചിട്ടുണ്ട്. yes come on. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണാണ്. ABC എന്ന് പറയുന്ന മട്ട ത്രികോണത്തിന്റെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്നത് D എന്ന് പറയുന്നത് അല്ലെങ്കിൽ M എന്ന് പറയുന്നത് AC-യുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, ഈ കാണുന്ന P എന്ന് പറയുന്ന പോയിന്റ് AB-ന്റെ മധ്യബിന്ദു ആണെന്ന് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളോട് അതേ ചോദിച്ചിട്ടുള്ളൂ. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. അതെങ്ങനെ ചെയ്യും? എല്ലാവരും ശ്രദ്ധിച്ചോ, ഞാൻ പഠിപ്പിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്നത്
ഓക്കെ, എ പി മക്കളെ നോക്കിക്കോ, എം പി എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്. അതിന്റെ കാരണം എന്താ? നിങ്ങൾ നോക്ക്, ആംഗിൾ എ പി എം ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി അല്ലേ? ഈ കാണുന്ന എ ബി സി എന്ന് പറയുന്ന ആംഗിളും എ പി എം എന്ന് പറയുന്ന ആംഗിളും അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ, സമാന കോണുകളാണ്. അത് രണ്ടും സമാന കോണുകളായതുകൊണ്ട് എം പി എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്. അപ്പോ നമുക്ക് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ കാണുന്നത് രണ്ടും പാരലൽ ആയതുകൊണ്ട്, ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള ലൈനുകളായതുകൊണ്ട് നമുക്ക് പറയാം എ പി ബൈ പി ബി ഇസ് ഈക്വൽ ടു എ എം ബൈ എം സി. എം മധ്യബിന്ദു ആയതുകൊണ്ട് എ എം ബൈ എം സി എന്ന് പറയുന്നത് എന്താ? എ എം ബൈ എം സി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം 1 ആണ്. എ എമ്മും എം സിയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് അത് 1 വരും. എ പി ബൈ പി ബി എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ അർത്ഥം എ പി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? പി ബിക്ക് ഈക്വൽ ആണ്. എ പി എന്ന് പറയുന്നത് പി ബിക്ക് ഈക്വൽ ആണ് അല്ലേ? Therefore P is the midpoint of AB. P എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിയുടെ മധ്യബിന്ദുവാണ് എം എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദുവാണ്. പി എ ബിയുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, സെറ്റാണ്. പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദുവാണ്. ഇപ്പൊ പിയും മധ്യബിന്ദുവാണ്, എമ്മും മിഡ് പോയിന്റ് ആണ്. രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് therefore എം പി is equal to അഥവാ പി എം is equal to ബി സി ബൈ 2 അല്ലേ? രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ അതെന്താണ്? മൂന്നാമത്തെ സൈഡിന്റെ പകുതിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് തെളിയിക്കാനുള്ളത് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമുക്ക് അടുത്തതായിട്ട് തെളിയിക്കേണ്ടത് ഒരു മട്ട ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണെന്ന് തെളിയിക്കുക. അതായത് ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് എം ഈസ് ദ സർക്കം സെന്റർ. ഓക്കെ, ഈ കാണുന്ന ചിത്രം വെച്ച് നമ്മൾ തെളിയിക്കേണ്ടത് ഈ കാണുന്ന എം എന്ന് പറയുന്നത് പരിവൃത്ത കേന്ദ്രമാണെന്നാണ്. എ ബി സി, ഈ കാണുന്ന പോയിന്റ് പി. ഇവിടെ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഇത് പരിവൃത്ത കേന്ദ്രമാണ് എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. Prove that M is the circumcenter. Prove that M is the circumcenter. M പരിവൃത്ത കേന്ദ്രമാണെന്ന് തെളിയിക്കുക. എം എന്ന് പറയുന്ന കർണത്തിന്റെ മധ്യബിന്ദു ട്ടോ, ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ്, പരിവൃത്ത കേന്ദ്രമാണെന്ന് തെളിയിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ. കൃത്യമായിട്ട് നമുക്ക് പരിവൃത്ത കേന്ദ്രമാണെങ്കിൽ എ എമ്മും എം സിയും അത് ഓൾറെഡി ഈക്വൽ ആണ്. എ എം ഈക്വൽ ടു എം സി. കാരണം എന്താ? കാരണം എം ഈസ് ദ മിഡ് പോയിന്റ്. എം എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ്. എം മധ്യബിന്ദുവാണ് എന്ന് നമുക്ക് പറയാം. എം എന്താണ്? എം മധ്യബിന്ദുവാണ്. ഇനി അടുത്ത പോയിന്റ്
അടുത്ത പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാവരും നോക്കേ, ഞാൻ ഈ എമ്മിനെയും അതേപോലെ ബിനെയും ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഈ ട്രയാങ്കിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എ പി എന്ന് പറയുന്നത് പി ബിക്ക് തുല്യമാണ്. അതേസമയം എ ബിക്ക് ലംബമാണ് പി എം. അല്ലേ? ശരിയല്ലേ? അതായത് പി എം ഈസ് ദ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ഓഫ് എ ബി. പി എം എന്ന് പറയുന്നത് എ ബിയുടെ ലംബ സമഭാജിയാണ്. പി എം എ ബിയുടെ ലംബ സമഭാജിയാണ്. ഓക്കെ, പി എം എ ബിയുടെ ലംബ സമഭാജിയാണ്. അങ്ങനെ ലംബ സമഭാജിയാണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പി എം എന്ന് പറയുന്നത് എ ബിയുടെ ലംബ സമഭാജിയാണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ കാണുന്നത് രണ്ടും ഈക്വൽ, എ പിയും പി ബിയും. ഇത് ലംബം ആയതുകൊണ്ടാണ് ലംബ സമഭാജി. ലംബ സമഭാജിയിലുള്ള പോയിന്റ് ആണ് എം, അല്ലേ? therefore AM is equal to BM. അതുകൊണ്ട് AM-ഉം BM-ഉം തുല്യമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ 1ഉം 2ഉം അനുസരിച്ച് AM is equal to BM is equal to CM. ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സ് നിന്നും എമ്മിലേക്കുള്ള ദൂരം സെയിം ആണ്. therefore M is the circumcenter. M പരിവൃത്ത കേന്ദ്രമാണ്. M എന്താണ്? പരിവൃത്ത കേന്ദ്രമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ആയിട്ട് ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരുപാട് മണിക്കൂർ പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഒന്നും കഷ്ടപ്പെടണ്ട. ദിവസവും കുറച്ച് സമയം പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സൈലത്തിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ എച്ച് എന്ന് പറയുന്നത്, ഈ എച്ച് എന്ന് പറയുന്ന പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചോ. എച്ച് എന്ന് പറയുന്ന പോയിന്റ് ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെന്റർ ആണ്, ലംബ കേന്ദ്രമാണ്. എച്ച് എന്ന് പറയുന്നത് എ ബി സിയുടെ ലംബ കേന്ദ്രമാണെങ്കിൽ, ഈ എ ബി സിയുടെ ലംബ കേന്ദ്രമാണ് എച്ച് എങ്കിൽ എച്ച് ബി സിയുടെ ലംബ കേന്ദ്രമാണ് എ എന്ന് തെളിയിക്കണം. ഓക്കെ, ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ ലംബ കേന്ദ്രം. ഓക്കെ, ത്രികോണം എ ബി സിയുടെ ലംബ കേന്ദ്രമാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ട്രയാങ്കിൾ എച്ച് ബി സിയുടെ ലംബ കേന്ദ്രമാണ് എ എന്ന് തെളിയിക്കണം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. അടിപൊളി ക്വസ്റ്റ്യനാ. എല്ലാ കുട്ടികളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. സംഭവം സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നോക്കിക്കേ, എച്ച് ലംബകേന്ദ്രമാകണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണം. എ ബി സിയിൽ നിന്ന് ഞാനിതാ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുന്നു. ശ്രദ്ധിച്ചോ. ഈ ട്രയാങ്കിളിൽ ഞാൻ വരയ്ക്കുന്ന 3 ലംബങ്ങളും കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എ ബി സി
ഈ പോയിന്റിന് പി ക്യു ആർ. ഓക്കെ, ശ്രദ്ധിച്ചോ, ഇതൊക്കെ ലംബങ്ങളാണ്. ഓക്കെ, ബി സിന്ന് എയിലേക്കുള്ള ലംബം, അതേപോലെ എ സിയിൽ നിന്ന് ബിയിലേക്കുള്ള ലംബം, ആൻഡ് സി എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലംബമാണ് സി ആർ. ഈ 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് മക്കളെ ഈ കാണുന്ന പോയിന്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? എച്ച്. എച്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ലംബം നിങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഓക്കെ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു വെക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ, ഇവിടെ എ ആർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. എ ആർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി. എ ആർ അല്ല എ പി. ഓക്കെ, എ ആർ അല്ല എ പി. എ പി പെർപെൻഡിക്കുലർ ടു ബി സി. അതേസമയം ബി ക്യു എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ സി അല്ലേ. ദെൻ എ ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് സി ആർ. സി ആർ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഓക്കെ, സെറ്റ് ആണല്ലോ. എച്ച് ഈസ് ദ ഓർത്തോ സെന്റർ. എച്ച് എന്താണ്? ഓർത്തോ സെന്റർ ആണ്, അഥവാ ലംബ കേന്ദ്രമാണ്. എച്ച് ലംബ കേന്ദ്രമാണ്. ഇതിൽ ഒരു ഡൗട്ടും ആർക്കുമില്ല. ഇനി എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിങ്ങൾ നോക്കുക. എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നോക്കിക്കോ. ഇതാണ് എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെ. ആ ട്രയാങ്കിളിന്റെ ഓരോ ലംബങ്ങളും നമുക്ക് എഴുതി നോക്കാം. ഇവിടെ എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ലംബങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ലംബങ്ങളാണ്. എച്ച് പി ഇസ് പെർപെൻഡിക്കുലർ ടു ബി സി. എച്ച് പി എന്ന് പറയുന്നത് ബി സിക്ക് ലംബമാണ്, ശരിയല്ലേ? എച്ച് പിനെ നീട്ടി വരയ്ക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നു? എച്ച് പി പാസസ് ത്രൂ എ വെൻ എക്സ്റ്റെൻഡഡ്. എച്ച് പിനെ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ എയിലൂടെ കടന്നു പോകുന്നു. എച്ച് പി നീട്ടി വരയ്ക്കുമ്പോൾ എയിലൂടെ കടന്നു പോകുന്നു. കടന്നു പോകും. ഇതേപോലെ ബാക്കിയുള്ളതിന്റെ കേസ് എഴുതുക. നോക്കിക്കോ, ഇവിടെ നിങ്ങൾ നോക്ക്. ഈ കാണുന്ന എച്ച് സിയിലേക്ക് എച്ച് സി എന്ന് പറയുന്ന സൈഡിന് ലംബം ആരാ? എച്ച് സി. എച്ച് സിക്കുള്ള ലംബം എന്ന് പറയുന്നത് അത് എച്ച് സിന്ന് ബിയിലേക്ക് ലംബം വരയ്ക്കണമെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരണം. അതായത് ബി ആർ. ബി ആർ അല്ലേ? ആ ബി ആർ എന്ന് പറയുന്നതാണ് ശരിക്കും നിങ്ങൾ നോക്ക്, ഇതാണ് എച്ച് സി എന്ന് പറയുന്ന സൈഡ്. എച്ച് സി. എച്ച് സിനെ നീട്ടി വരച്ചാലാണ് ബി ആറിലേക്ക് ലംബം വരയ്ക്കാൻ പറ്റുക. ആ ലംബം നോക്കിക്കോ, നീട്ടി വരച്ചാൽ അതിലൂടെ പോവും, എയിലൂടെ പാസ് അല്ലേ. ബി ആർ പാസസ് ത്രൂ എ എഴുതി വെക്കണം. ബി ആർ പാസസ് ത്രൂ എ. ഇതേപോലെ എച്ച് ബിക്ക് ലംബമാണ്. എച്ച് ബി എന്ന് പറയുന്ന സൈഡിന് ലംബമാണ് ആര്? എച്ച് ബി എന്ന് പറയുന്ന സൈഡിന് ലംബമാണ് ക്യു സി. ക്യു സി അഥവാ സി ക്യു. അതിനെയും നീട്ടി വരയ്ക്കുമ്പോൾ അതെന്താകും? എയിലൂടെ കടന്നു പോകും. സി ക്യു പാസസ് ത്രൂ എ. സി ക്യു പാസസ് ത്രൂ എ. നിങ്ങൾ നോക്ക്, ഇവിടെ മക്കളെ, ഇപ്പോൾ ചില ട്രയാങ്കിൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഉള്ളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലംബം വരയ്ക്കുക? ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ ലംബം വരയ്ക്കാറുള്ളത്? 7ാം ക്ലാസ്സിലെ മാത്സ് ഇതല്ലേ ലംബം, ശരിയല്ലേ?
ഇതേപോലെ ഈ കാണുന്ന എച്ച് സിയിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ലംബം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താക്കണം, ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ട് ഇങ്ങനെ ലംബം വരയ്ക്കണം. സോ എച്ച് സിക്കുള്ള ലംബം ആരാണ്? ബി ആർ അല്ലെങ്കിൽ ആർ ബി. അതിനെ നീട്ടി വരയ്ക്കുമ്പോൾ അതിലൂടെ കടന്നു പോകും, എയിലൂടെ കടന്നു പോകും. ബി സിക്കുള്ള ലംബം എച്ച് പി, അതും നീട്ടി വരയ്ക്കുമ്പോൾ എയിലൂടെ കടന്നു പോകും. അതേപോലെ ഈ കാണുന്ന സി ക്യു ആണ് എച്ച് ബിക്കുള്ള ലംബം, അതും എയിലൂടെ കടന്നു പോകും, എയിലൂടെ കടന്നു പോകും. അങ്ങനെ 3 ലംബങ്ങളും എയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ therefore A is the QC passes through A. എയിലൂടെ കടന്നു പോകും. അത് 3 എയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ A is the orthocenter of triangle HBC. ത്രികോണം HBCയുടെ ലംബ കേന്ദ്രം A ആണ്. ത്രികോണം HBCയുടെ ലംബ കേന്ദ്രം ആരാണ്? ലംബ കേന്ദ്രമാണ് A എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അടിപൊളിയാക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.